ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് VX Tales. അപ്പോൾ നമ്മൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കധികം സമയമൊന്നുമില്ലായിരുന്നു കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് സമയമൊന്നുമില്ല. ഈ പബി എത്തും, അതിന് മുമ്പ് എനിക്ക് കുക്ക് ചെയ്തൊന്ന് ഫ്രീ ആവണം. ഇന്നിവിടെ തേഴ്സ്ഡേ ആണ്. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഹെക്റ്റിക്കായിട്ട് റൊട്ടീനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സേവർ, ലൈക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ലൈഫ് സേവർ അല്ലെങ്കിൽ ഒരു ഗോ ടു കുക്കിംഗ് സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഞാൻ ഓർത്ത് നോക്കിയാൽ ഒരു വീഡിയോ എടുക്കാം. എനിക്ക് ഭയങ്കര മടിയാവും ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനും ഇടാനും. അതനുസരിച്ച് നമ്മുടെ വ്യൂസ് താഴേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷം ആവാറാവുന്നു ഗൈസ്. ആൻഡ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സ്ഥലത്ത് എത്തിയേനെ. കാരണം ഐ റിമെമ്പർ നമുക്ക് ഒരു പോയിന്റിൽ കല്യാണം കഴിഞ്ഞിട്ടാണോ എന്ന് ഓർക്കുന്നില്ല, കല്യാണത്തിന് മുമ്പെന്തോ ഒരു ദിവസം നമുക്ക് 48, 50 പ്ലസ് 60 സബ്സ്ക്രൈബേഴ്സൊക്കെ പെർ ഡേ കയറുന്ന സമയങ്ങളുണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ മടിയൊക്കെ കാരണം ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടായി. അങ്ങനെ നമ്മൾ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ലെങ്കിൽ നോബഡി കെയർസ്, ഞാനാണെങ്കിൽ പോലും. അപ്പം ഇനി നമ്മൾ എന്താ പറയുക, നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യാൻ പോവാം ഞാൻ. എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ലൈക്ക് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. ഓക്കെ, കുറച്ച് പേര് വീതം കാണട്ടെ. എന്നിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുമ്പോൾ കുറേ കൂടെ പേരിലേക്ക് എത്തുമല്ലോ. അപ്പോൾ എനിക്കറിയാം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് കാണാൻ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, എന്താ വീഡിയോ ഒന്നും ഇടാത്ത എന്തെങ്കിലും. അതെനിക്ക് ഭയങ്കര ജെന്യുവനായിട്ട് തന്നെ തോന്നുന്നത്. കളിയാക്കുമായിരിക്കും എന്ന് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അല്ല, അങ്ങനെ ജെന്യുവനായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ബാക്ക് ടു അവർ ടോപ്പിക്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ കയ്യിലൊന്നും ഇല്ല കാര്യമായിട്ട്. കുറേ മുട്ടയുണ്ട്, കുറേന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു റാക്ക് നിറച്ച് മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം മുട്ട മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മുട്ടയും സവോളയും വെച്ചിട്ട് അത് രണ്ടും മാത്രം ഉണ്ടെങ്കിൽ നല്ല കത്തിയല്ലേ, പുതിയ കത്തിയ, അത് രണ്ടും മാത്രമാണ് ഉണ്ടായിട്ട് നമ്മൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും. എൻ്റെ ഇവിടുത്തെ എൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്ന അണ്ടാ ബുർജി. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം അത്രയും കാര്യമായിട്ടിരുന്ന് ചെയ്യാനുള്ള ഒരു മൂഡില്ല. ഒന്നാമത്തെ കാര്യം സാധനങ്ങളും ഇല്ല, തക്കാളി ഒന്നുമില്ല. അപ്പം നമ്മളൊരു ഒപ്പിക്കൽ മുട്ട കൊണ്ടൊരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ക്യാമറയെ നോക്കാത്ത. ഈ കത്തിയുടെ പിന്നിലൊരു കഥയുണ്ട്. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റായി ഗൈസ്. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇനി എപ്പോൾ വരാനാണ്. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എത്തുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ ഞാൻ ഉടനെ തന്നെ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. കാരണം എൻ്റെ മടിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇവിടെ കിച്ചണൊക്കെ ഭയങ്കര ഏകാന്തമായിരുന്നു. അത് കുറേ സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പോയി, ഇവിടെ അടുത്തൊരു സ്റ്റോറുണ്ട് ബിയാനം എന്ന് പറഞ്ഞ്, ഞാൻ അവിടെ പോയി കത്തി വാങ്ങാനായിട്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട്, ആക്ച്വലി ഇത് കോംപ്ലിമെൻറ്റാണ്, പക്ഷേ സ്റ്റിൽ ഇതെല്ലായിടത്തും പറ്റുന്ന കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ 25+ ആണെന്ന് ഇവർക്ക് തോന്നത്തില്ല, വിച്ച് ഈസ് ഒബ്വിയസ്. എൻ്റെ ഈ സ്കിൻ ആൻഡ് ഈ ബോഡി, എൻ്റെ ബോഡി ഇപ്പോൾ കുറച്ച് കുളമായി. എന്നാലും ഇവർ തരത്തില്ല ഗൈസ്. കത്തി മേടിക്കണമെങ്കിൽ നമ്മൾ ID പ്രൂഫൊക്കെ കാണിക്കണം. ഞാൻ എൻ്റെ ഫോണിൽ കാണിക്കാമെന്ന് പറഞ്ഞാലും നോ രക്ഷ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയാലും ലൈക്ക് അവർ സമ്മതിക്കൂല. പിന്നെ ഞാൻ അഭിയായിട്ട് പോയി രണ്ടാമത് പോയി മേടിച്ചതാണ് ഈ കത്തി. കാരണം ഇവിടെ ഒത്തിരി മിസ്യൂസിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ, അങ്ങനത്തെ ഒരു റൂൾസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സവോള അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ട് ഞാൻ അറിഞ്ഞുകൂടിയില്ല. അപ്പോൾ ഓക്കെ, വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, നിങ്ങൾക്ക് വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ ഇന്ന് തട്ടിക്കൂടാനാണല്ലോ പോകുന്നത്. ആൻഡ് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ തട്ടിക്കൂട്ടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എൻ്റെ ഫുഡ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് നാട്ടിലെ മറ്റേ നോൾട്ട വന്നതോടുകൂടി ഒരു കൊട്ടാരമായ പാത്രം. അപ്പം ഞാൻ വെറുതെ തള്ളുമല്ല, പക്ഷെ എൻ്റെ ഫുഡിന് അപാര ടേസ്റ്റാണ്. അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ നോക്കില്ല, ഒന്നും റെഫറൻസ് എടുക്കാതെ ഞാൻ എൻ്റെ ക്രിയേഷനിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഇന്നതിന് ഇന്നതൊക്കെ വേണം, തോരന് ഇതൊക്കെ വേണം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ആ രീതിക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതുവരെ ഐ സ്വെയർ ഒരു സാധനം പോലും ഫ്ലോപ്പായി പോയിട്ടില്ല. കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനത്തിന്. പക്ഷെ
അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ജേണിയിൽ എല്ലാം ഭയങ്കര കിടിലനായിരുന്നു. എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ ഇതുവരെ റിയലൈസ് ചെയ്തില്ലായിരുന്നു. ആൻഡ് എനിക്ക് മൂഡ് വന്നാൽ എനിക്കിഷ്ടമാണ്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേ മൂഡ് വരാറില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അഭി നന്നായിട്ട് കുക്ക് ചെയ്യും ഗൈസ്. നമ്മൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചുമ്മാ റാൻഡം വീഡിയോ പോലെ ഞാൻ ഇട്ടു. പക്ഷെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ഒക്കെ തുടങ്ങി ഇടുന്നതായിരിക്കും. സായിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കേട്ടോ, ഇന്ത്യൻ സവോള, കറക്റ്റ് ഇന്ത്യൻ സവോള, അതുപോലെ നമ്മളെ കരപ്പിക്കാൻ പറ്റുന്ന സവോളയാണ്. എന്താ നമ്മുടെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, ചൂടാവട്ടെ. എൻ്റെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ലൈക്ക് സവോള വഴറ്റാൻ പോവാണ് ഞാൻ. അതിന് വേണ്ടി കുറച്ച് ഓയിലിടാം. ഓക്കെ, ഓയിലിൻ്റെ മറ്റേ ഓയിൽ ഡിസ്പെൻസറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് വരുമെന്ന് ദൈവത്തിന്, അല്ല ഓർഡർ ചെയ്തിട്ടില്ല, ഇനി ഇത് കഴിഞ്ഞ് പോയി ചെയ്യണം ഗൈസ്. അപ്പം കടുക് പൊട്ടിക്കാം. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. കടുകൊക്കെ കണ്ടോ, നമ്മൾ പാത്രത്തിലൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് കടുകിടാം. എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അഭി ഇവിടെ വരുമ്പം അവൻ ഹാപ്പി ആയിരിക്കണം, ലൈക്ക് ഫുഡെല്ലാം സെറ്റ് ആയിരിക്കും. കാരണം അവൻ അത്രയും ടയർഡായിട്ടായിരിക്കും വരുന്നവൻ. പഴയ വീട്ടിൽ പോയിന്ന് വർക്ക് ചെയ്യുക, വൈഫൈ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വരുമ്പം ഇനി കുക്കിങ് ഇങ്ങനെ കുറേ ടൈം എടുക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ പെട്ടെന്ന് പോയി കരിവേപ്പില എടുത്തുകൊണ്ട് വരേണ്ട ഉണ്ടോ. കരിവേപ്പില ഇങ്ങനെ മേടിച്ചിട്ട് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി, ഇത് നല്ല ഫ്രഷ് കരിവേപ്പില ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് ഭയങ്കര നീറ്റാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ കഴുകുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര തിന്നായിട്ട് അരിയേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് അത്രയും തിന്നാക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ പർപ്പസ് മാറിപ്പോയി. ലൈക്ക് എനിക്ക് വേണ്ട സവോളയുടെ ഇത് ഞാൻ മറന്നുപോയി. ഇറ്റ്സ് ഫൈൻ, നമ്മൾ തന്നെയാണല്ലോ കഴിക്കാൻ പോകുന്നത്. കുറച്ച് സൗണ്ട് വരും, എക്സോസ്റ്റ് വേണം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡിയോ പോലത്തെ അപ്പോയിൻമെൻറ്റ്, നമുക്ക് ബാക്കിൽ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ കിച്ചണാണ്, അപ്പം അറുക്കെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇവിടെ അതേ സോൾട്ട് ഇതെങ്ങനെ ഡബ്ബയിലാണ് വരുന്നത്. നമ്മൾ അളവൊന്നും അറിയത്തില്ല, കുറേ അങ്ങ് ഇടും. എനിക്ക് ഏറ്റവും പറ്റാത്തൊരു കാര്യം സോൾട്ടിൻ്റെ ഒരു അളവ്. കാരണം ഈ അഭിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് വേണം എല്ലാത്തിനും. എത്ര ഉപ്പിട്ടാൽ അത്ര അവൻ ഹാപ്പിയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഉപ്പിൻ്റെ അളവ് പറയത്തില്ല. ഞാൻ ഒരു നോർമൽ ഉപ്പ് കഴിക്കുന്ന പേഴ്സൺ, എനിക്ക് ഉപ്പ് ഒരുപാട് പറ്റത്തേ ഇല്ല. എനിക്ക് കറക്റ്റ് വേണം, എന്നാൽ തീരെ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഒരു ലെവലിലിട്ട് അവൻ എപ്പോഴും മിക്കവാറും കൂടുതൽ ഇടുന്നതാണ്. അപ്പം അത് ഞാൻ ഉപ്പിൻ്റെ കണക്കൊന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ ഒരു പണിയും കൂടെ ചെയ്യും. ഞാനിവിടെ എക്സോസ്റ്റ് ഓണാക്കും, ഞാൻ ബാക്കിലത്തെ ഇതും കൂടെ തുറന്നിടും. ഭയങ്കര കാറ്റായിരിക്കും, അപ്പം എനിക്കറിയില്ല. പിന്നെ ഈ സ്മെല്ലൊക്കെ ഓരോരുത്തർ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കിനി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം. ഒന്നുമില്ല ഗൈസ്, ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ ഇതിനാണ് ഇവിടെ വീഡിയോ എടുത്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഞാൻ ചുമ്മാ എൻ്റെ മടി മാറ്റാനും എനിക്കൊരു വീഡിയോ എടുക്കാൻ ജസ്റ്റ് തോന്നിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ലൈക്ക് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഓക്കെ ഇന്ന് വീഡിയോ എടുക്കാം, പിന്നെ ആ ഒരു റീസ്റ്റാർട്ട് കൊണ്ടുവരാമെന്ന് തോന്നി ഞാൻ എടുത്താണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം. നന്നായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഗൈസ്. അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ഞാൻ നന്നായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോണിലോട്ട് നോക്കിയപ്പോൾ സ്റ്റോറേജ് ഫുൾ ഒന്നും സേവായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ I just had to take a video, that's it. If you are someone who likes me, who likes to follow our channel, then to keep watching. Allathavare just skip this video man, and വേറെ ആരെങ്കിലും വീഡിയോ പോയി കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലാണല്ലോ നിങ്ങളിത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ ആവും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നമുക്ക് റിസൾട്ട്സ് ഒക്കെ കാണുമ്പോൾ, റീച്ചൊക്കെ കാണുമ്പോൾ, അപ്പം നമുക്കിങ്ങനെ കുറച്ചുകൂടെ എൻകറേജ്ഡ് ആവുമല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു സോർട്ടഡ് പരുവായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ അകത്ത് മസാലാസ് എല്ലാം ചേർക്കും. എന്നിട്ട് ഇത്രയും മുട്ടയുണ്ട്. അപ്പോൾ നമുക്കിതിന്ന് ആവശ്യമുള്ള എടുത്തിട്ട് ഞാൻ നിങ്ങളെ മുട്ടയും കൂടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ മസാലാസ് ഇടും, ബേസിക് മസാലാസൊക്കെ ഇടും. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് മുട്ട ഇടും. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് പിന്നെ ചിക്കി പൊട്ടിക്കാം.
നമ്മുടെ മുട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അഭി വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായി അവന്. നമുക്കിനി കുരുമുളകും കൂടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല പരിപാടികളെല്ലാം കഴിഞ്ഞു. നല്ല മസിൽ പിടിച്ചിട്ട് ഇനി ഇളക്കിയാൽ മതി. എനിക്കറിയത്തില്ല ഇതിൻ്റെ സൗണ്ട്, എക്സോസ്റ്റിൻ്റെ സൗണ്ട് എത്രത്തോളം അരോചകമാണ്, എൻ്റെ വ്യൂവേഴ്സൊക്കെ ഇപ്പോൾ ഓടിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ കുറച്ച് റൈസ് ഉണ്ടാക്കി. ഗ്യാപ്പിൽ ഞാൻ അബിനോട് സംസാരിക്കുകയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മുട്ട ചിക്കി പൊട്ടിക്കുക, റൈസ് ഇടുക, ആൻഡ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ എന്നെ കണ്ട് ബോറടിക്കണം. ഞാൻ ഇനി നിങ്ങളെ ഫുഡ് കാണിക്കാം. ആൻഡ് ദെൻ അവൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവൻ്റെ സന്തോഷം കൂടെ കാണിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു അഭി എന്തൊക്കെയോ വലിയ കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് അത് മേടിക്കുക ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടാ, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന്. എനിക്കൊരു സുഖമില്ല, എനിക്ക് പെട്ടെന്നൊന്ന് ഫ്രീ ആവുക, എനിക്കൊക്കെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പോൾ ഞാൻ അവർക്ക് കുക്കിംഗ് ഒക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമാവും. അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങും കൊണ്ടിരിക്കും ഒരു 1-2 മണിക്കൂർ. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെതർ ചേഞ്ച് ആണ്. ഒരു ദിവസം ഭയങ്കര തണുപ്പാണ്, പിറ്റേ ദിവസം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരുമാതിരി വൃത്തികെട്ട ഒരു വെതറാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല തണുത്ത കാറ്റ്. അപ്പോൾ എനിക്ക് ത്രോട്ട് കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുക. ഡിഷനും കൂടെ ഞാൻ ചെയ്തു. ഞാൻ കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസും കൂടി ഇട്ടു. അപ്പം പ്ലെയിൻ ആവണ്ടെന്ന് ഓർത്തിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബൈ. ഞാൻ പറഞ്ഞു ഇവരുടെ അടുത്ത് looks delicious and my plan is rice ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് മാത്രമേ. ഞാൻ പറഞ്ഞ ഇവര് തള്ളുവാന്ന് വിചാരിക്കും, ഇത് ഇവര് തള്ളുവാന്ന് വിചാരിക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര കിടിലനാണ്. നീ വഴിയാണോ വന്നേ? കണ്ടില്ലോ. ഓക്കെ ഗായ്സ്, നമുക്ക് റൈസ് ഇട്ടിട്ട് കാണാം. കിട്ടും ഇതുപോലെ സ്നേഹമുള്ളൊരു ഭർത്താവിനെ. ഞാൻ നോക്കുമ്പോൾ കസേരയൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കാണുമോ ചോദിച്ചോ പറയാം, നിന്റെ കൂടെ ഇരുന്ന് ഈശ്വര കണ്ണ് കിട്ടും. ദേമേ ലൈഫിലിപ്പോ മൊത്തം കോഞ്ഞാട്ടായിട്ടോ. എല്ലാം വായിച്ചോളാം ഗൈസ്. എനിക്കിപ്പോ കണ്ണിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു ബിക്കോസ് ഓഫ് സർട്ടൺ അനുഭവംസ് ഫ്രം ലൈഫ്. അതുകൊണ്ട് ഇനി മാത്രമല്ല, ഞാനും നീ കൂടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അന്ന് നമ്മളെ നല്ല അടിയായിരിക്കും. ഇതുപോലെ ഞാനും ടയർഡായിട്ടിരിക്കുമ്പോൾ നീ ഫുഡെല്ലാം കുക്ക് ചെയ്ത് വെച്ചാൽ സെറ്റ്. ഓക്കെ, ഇത് കാണിച്ചോ ഗൈസ്. ഞാൻ കുറച്ച് റൈസ് ഇതിലേക്ക് ഇട്ട്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ജസ്റ്റ് വിത്ത് 4 മുട്ട ആൻഡ് എന്നെ കാണത്തില്ല അല്ലേ, ജസ്റ്റ് വിത്ത് 4 മുട്ട ആൻഡ് ബസ്മതി റൈസ് എവിടെയും കിട്ടത്തില്ല. യു വിൽ മേക്ക് ആൻ അമേസിംഗ് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്. വെജീസ് ഒന്നും വേണ്ട, റിച്ച് ഇൻ എഗ്. യു ക്യാൻ സീ നമ്മൾ 2 പേർക്കില്ല ആവശ്യമാണ്. 2 പേരും റൈസ് അധികം കഴിക്കത്തില്ല. ഇതൊക്കെ ഒന്ന് നാളത്തേക്ക് കൊണ്ടുപോകും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുക്കിംഗ് വീഡിയോ, ഇതെൻ്റെ തട്ടിക്കൂട്ട് വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ നോർമൽ പ്ലേലിസ്റ്റിൽ പോകും. പക്ഷെ നമ്മളിനി ഭയങ്കര അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അസാദി ഷെഫാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒക്ടോപ്പസ് അങ്ങനെ ഭയങ്കര വെറൈറ്റീസ് ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഒക്കെ തുടങ്ങി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും എന്തപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനിയും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിനെന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എൻ്റെ മടിയെല്ലാം വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വയ്യാഴികയും വിട്ടിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഞങ്ങൾ ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യട്ടെ.